അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നാളെ മഹ്ശറ വൻസഭയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചില മാതാപിതാക്കൾക്ക് സ്വർഗപ്രവേശനം നൽകുന്നുണ്ട്. എന്നാൽ ഈ മാതാപിതാക്കളുടെ മക്കൾ നരകത്തിലാണുള്ളത്. അവർ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ മക്കൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവെ, എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ് ആ സ്വർഗത്തിലേക്ക് പോകുന്നത്, അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത്. പകരമായിക്കൊണ്ട് എൻ്റെ കാലിൻ്റെ കീഴിൽ അവരെ നീ ആക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ആരാണ് ഈ മാതാപിതാക്കളെന്നറിയുമോ? ദുനിയാവിൽ വെച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ട പോലെ ദീനിയായ അറിവ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യാത്ത മാതാപിതാക്കളാണ് ഈ അവസ്ഥ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നാം നിസ്കരിച്ചതുകൊണ്ട്, നാം നോമ്പ് നോറ്റതുകൊണ്ട്, നാം ഹജ്ജ് ചെയ്തതുകൊണ്ട് സ്വർഗപ്രവേശനം കിട്ടുമെന്ന് നാം ഒരിക്കലും കരുതരുത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഓ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിനെ തൊട്ട് നിങ്ങളുടെ ശരീരങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. നരകത്തിൽ കത്തിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് അത് മനുഷ്യനും കല്ലുകളുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സ്വശരീരത്തിനെ മാത്രം നമ്മൾ സംരക്ഷിച്ചാൽ പോരാ, നമ്മുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അദാബിനാൽ നിറക്കപ്പെട്ട ആ നരകത്തിൽ നിന്ന് നാമേയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരുടെയും നമ്മുടെ ഉസ്താദുമാരെയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.